സ്തുതി എന്ന മേലാട നിന്റെ മേലുണ്ടെങ്കിൽ ഒരു വിഷജന്തുക്കളും നിന്നെ തൊടത്തേയില്ല. ആമേൻ. സ്തുതി എന്ന മേലാട നീ ധരിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു രോഗശക്തികൾക്ക്, ഒരു പൈശാചിക പോരാട്ടങ്ങൾക്ക്, ഒരു ഒരു ദുഷ്പ്രചരണങ്ങൾക്കും നിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തില്ല. ഒരു അപരാധങ്ങൾക്കും ഒരു അപശ്രുതികൾക്ക് നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നിനക്ക് മേലാടയുണ്ട്. നീ സ്തുതി എന്ന മേലാട കൊണ്ട് നടക്കുമ്പോൾ പലതും നിന്നെ ശരീരത്തിൽ വന്ന് അടിച്ചിട്ടത് തിരിച്ചു പോകത്തേ ഉള്ളൂ. അതൊന്നും നിന്നെ നശിപ്പിക്കത്തില്ല, അതൊന്നും നിന്നെ തകർത്ത് കളയത്തില്ല. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗം വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ഞാൻ ചിലത് ചെയ്യും. പരീശനും ചുങ്കക്കാരനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ സബ്ജക്റ്റ്. പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ആയുധത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. 4 കാര്യങ്ങൾ ജനം ചെയ്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്താണ് ദൈവം 3 അനുഗ്രഹങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞത്? 1, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. 2, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. 3, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പോൾ 4 കാര്യാദികളെ ഇവർ ചെയ്യുമ്പോൾ 3 കാര്യാദികളെ ദൈവം അടുത്ത് എന്താണ് 4 കാര്യാദികൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കണം, ദുർമാർഗങ്ങളെ മനുഷ്യൻ വിട്ട് അതേ തിരിയണം, അവരുടെ പാപത്തെ അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിലൊന്നാമത്തത് താഴ്ത്തി പ്രാർത്ഥിക്കണം. എല്ലാം ചിലപ്പോൾ നമുക്ക് വിശദീകരിക്കാനായിട്ട് സമയം ലഭിക്കത്തില്ല. എന്താ? ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് വരണമെങ്കിൽ നാം തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. വരുന്ന 3 അനുഗ്രഹത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അതിനകത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നമ്മുടെ യാചന കേൾക്കും. അതൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവരും പ്രാർത്ഥിക്കാറുണ്ട്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെയും ആരും പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഒരു അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കും. ഒരു രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കും. ആമേൻ. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊരു മനുഷ്യൻ ആയിരിക്കുന്ന സമയത്തിൽ അവർ പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു ഉറപ്പ് ഒരു മനുഷ്യനിൽ കടന്നു വരുന്ന സമയത്തിലാണ് ആ വ്യക്തിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥിപ്പിക്കുക മാത്രമല്ല, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഒന്ന് കരങ്ങളെ അടിച്ചു ദൈവത്തിന് നന്ദി അറിയിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 2, നമ്മുടെ പാപത്തെ ക്ഷമിക്കും. പാപം ക്ഷമിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും കഴിയത്തില്ല. പാപത്തെ മായ്ച്ചു കളയുവാനും പാപത്തെ ക്ഷമിക്കുവാനും നമ്മുടെ കർത്താവിനെ മാത്രമേ കഴിയൂ. ഒരുവൻ്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവൻ്റെ പാപത്തെ ദൈവം ക്ഷമിക്കും എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ മാത്രമേ, അനുദപിച്ചാൽ മാത്രമേ, ഏറ്റുപറഞ്ഞാൽ മാത്രമേ പാപത്തെ ക്ഷമിക്കുകയുള്ളൂ. 3, ദേശത്തിന് സൗഖ്യം വരുത്തും എന്നുള്ളതിനെക്കുറിച്ച്. എന്തായിരിക്കും? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശത്തിൻ്റെ സ്ഥിതിഗതികൾ മാറും. ഇന്ന് ദേശത്തിൻ്റെ സ്ഥിതിഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങ് വിദേശത്തിലേക്ക് പോകുന്നത്?
ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയും ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, അല്ലെങ്കിൽ ഇവിടെ ന്യായമായിട്ടുള്ള വേതനം ലഭിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ എത്രയോ ആൾക്കാർ ഇപ്പോൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വിധത്തിൽ കേരളത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാലൊട്ട് അതിനകത്തുള്ള യൗവനക്കാർ മുഴുവനും വിദേശത്തിലാണ്. കഴിഞ്ഞ നാളുകളിൽ ആരോ ഒരു സർവേ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു, ഇവിടെയൊക്കെ ഇനി ഡെവലപ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. കാരണം പഠിച്ചിറങ്ങുന്ന പിള്ളേരെല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ, അവരുടേതായിട്ടുള്ള അറിവുകൾ ഒക്കെ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇനി യൗവനക്കാർ വളരെ കുറവാണ്. ഇവിടെ വയസ്സം പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വയസ്സം പാർട്ടികളാണ് ഇവിടുത്തെ കാര്യാദികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ദേശത്തിന് കുറയും. ശരിയല്ലേ? ശരിയാണ്. കഴിവുള്ളവരെ മുഴുവനും മറ്റുള്ള രാജ്യക്കാർ വന്ന് ഇൻ്റർവ്യൂ നടത്തി അവരെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിലെ ക്ഷാമം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ദേശത്തിൻ്റെ സൗഖ്യം ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെയും എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കും. നമുക്കിവിടെ ഒരു വിധത്തിലേക്കും ഒരു മുന്നേറ്റം നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. നമ്മുടെ നാട് സമൃദ്ധിയായാലേ നമ്മൾ സമൃദ്ധിയിലേക്ക് പോകത്തുള്ളൂ. നമ്മുടെ ദേശത്തിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലത് കടന്നു വരത്തുള്ളൂ. നമ്മുടെ ദേശത്തിന് കൃത്യമായിട്ട് മഴ വേണം. നമ്മുടെ ദേശത്തിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ വേണം. നമ്മുടെ ദേശത്തിലെ ആൾക്കാർ സംസ്കാര സമ്പന്നരായിരിക്കണം. എങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വല്ലതും പിടിയിട്ടുന്നുണ്ടോ? നിങ്ങൾ ചെന്ന് താമസിക്കുന്ന ചില ദേശം അത്ര പോരായെങ്കിൽ നിങ്ങളവിടെ വിറ്റേച്ചോടും. ഏറ്റവും വലിയ ശാപമായിരിക്കും അല്ലേ? ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നിങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ആ ദേശത്തെക്കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങളൊരു വസ്തു വാങ്ങിച്ചൊരു വീട് വയ്ക്കാൻ നോക്കുന്ന സമയത്തിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ആ ദേശത്തെക്കുറിച്ചായിരിക്കാം, അവിടെയുള്ള കൾച്ചറിനെ കുറിച്ചായിരിക്കാം. ശരിയാണ്, അതൊക്കെ നോക്കണം. അല്ലാണ്ട് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവസാനം അവിടെ കിടന്ന് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മരണം വരെയും മനസമാധാനം കിട്ടത്തില്ല. ദേശത്തിൻ്റെ സൗഖ്യം വളരെ പ്രധാനമാണ്. ദേശത്തിൻ്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുകയാണ്. നമ്മുടെ ക്ഷാമം അതുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജോലികാര്യാദികൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കപ്പെടുന്നു. നമ്മുടെ സമാധാനം, വ്യക്തിപരമായ സമാധാനം ദേശവുമായി ബന്ധപ്പെട്ട അനുഭവത്തിൽ. ഉദാഹരണത്തിന് ഈ സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഓഫീസാണിത്, ദൈവത്തിൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭൂമിയിൽ അവിടെ എവിടെയായിട്ട് ഓഫീസുകളുണ്ട്. അതാണ് ചർച്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ ദേശം, ഒരു ചർച്ച ഇരിക്കണമെങ്കിൽ ആ ദേശത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കുകയാണ്. ഒരു കൺവെൻഷൻ യോഗം നടക്കണമെങ്കിൽ, ഒരു മീറ്റിംഗ് നടക്കണം, എല്ലാത്തിനും ദേശത്തിൻ്റെ സൗഖ്യം വളരെ പ്രധാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൾച്ചർ, അല്ലെങ്കിൽ ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നിങ്ങൾ താമസിക്കുന്ന ദേശം വളരെ പ്രത്യേകതയുള്ളതാണ്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശവുമായിട്ട് ബന്ധം വളരെയധികം പ്രത്യേകത ഉള്ളത് തന്നെയായിരിക്കും. അവിടുത്തെ ആ ഒരു സംസ്കാരവും രീതികളും ശൈലികളും ഒക്കെ ആയിരിക്കപ്പെടും അടുത്ത തലമുറക്കാരനും മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ ദേശത്തിനകത്തൊരു ദൈവാനുഗ്രഹം വളരെ അനിവാര്യ ഘടകമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന സമയത്തിൽ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ആ ദേശത്തിന് തന്നെ വലിയൊരു മാറ്റത്തെയും വ്യത്യാസവും നൽകപ്പെടുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് ഒന്നാമത്തത് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കപ്പെടണ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ താഴ്ത്തി? കർത്താവേ സ്വോത്രം 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 സ്വോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞാനൊരു പുഴുവാണേ, ഞാനൊരു കൃമിയാണേ കർത്താവേ, ഞാനൊരു ഉറുമ്പാണേ കർത്താവേ, ഓ ഞാനൊരു ഈച്ചയാണേ കർത്താവേ. താഴ്ത്തിയില്ലേ? ഇപ്പോൾ താഴ്ത്തിയില്ലേ സഹോദരങ്ങളെ? അതാണോ താഴ്ത്തി പ്രാർത്ഥിക്കുന്നത്? ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ല എന്നാണ് ആ ടോണ് കേൾക്കുമ്പോൾ അറിയാം അല്ലേ? ഇത്തിരി കൂടെ ടോണ് മാറ്റി പറഞ്ഞ് അതാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഈച്ചയ്ക്ക് വേണ്ടി, ഒരു കൃമിക്ക് വേണ്ടിയിട്ട്, ഒരു പട്ടിക്ക് വേണ്ടി, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് തൻ്റെ വിലപിടിപ്പുള്ള ജീവനെ കളയുമെന്ന്? കളയും. അത്ര ബുദ്ധിമോശമുള്ള ആളാണോ നമ്മുടെ കർത്താവ്? ആണോ? അല്ല.
നീ മനുഷ്യനാണെന്നുള്ള ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. നീ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാണെന്ന് ദൈവത്തിന് അറിയാം. മൃഗങ്ങളുടെയും പ്രകൃതിയുടെ മേലും വാഴുവാൻ അധികാരമുള്ളവനെന്ന് ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. ആ അറിവിൻ്റെ മധ്യത്തിലാണ് യേശു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ മരണത്തെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തത്. അപ്പോൾ നാം കൃമിയും പൂച്ചയും എന്നൊക്കെ പറയുന്നതൊന്നുമല്ല തന്നെത്താൻ താഴ്ത്തുന്നത്. സ്വന്തമായിട്ട് താഴ്ത്തുക എന്നുള്ളതല്ല, താഴ്മ നമ്മൾ ധരിക്കണം. പറഞ്ഞ് എന്ത് ചെയ്യണം? താഴ്മ ധരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ താഴ്മ വരുന്നതല്ല, താഴ്മ എന്ത് ചെയ്യണം? ധരിക്കണം. ധരിക്കുക. ഞാനൊരു കോട്ട് ധരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കളറൊന്നും മാച്ചല്ലായിരിക്കാം. ചിലർ ഇങ്ങനെ പറയും, ബ്രദർ വേറൊരു കളർ ഷർട്ട് ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഷൂസ് ഒരു കളറ്, പാൻറ് ഒരു കളറ്, ഷർട്ട് ഒരു കളറ്, അതേ കളറ് കോട്ടും ആണ്. രാവിലെ കൈ കിട്ടിയതൊക്കെ എടുത്തിട്ടുകൊണ്ട് ഞാൻ പോന്നു എന്നുള്ളതല്ല. പക്ഷെ ഇത് ഞാൻ രാവിലെ എടുത്തങ്ങ് ധരിക്കണം. താഴ്മ ധരിക്കണം. മനസ്സിലായോ? താഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല, താഴ്മയെ ധരിക്കും. ഒരു ഡ്രസ്സ് നമ്മളെടുത്ത് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വന്ന് കയറത്തില്ല. നമുക്കിഷ്ടമുള്ള കളേഴ്സ് അത് നമ്മിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഷൂസിനെ എടുത്ത് ഇടണം. പാൻറ് ഞാൻ ധരിക്കണം, സൂട്ട് ഞാൻ ധരിക്കണം, ഷർട്ട് ഞാൻ ധരിക്കണം. മീൻസ് ഞാനത് ചെയ്യണം. അപ്പോൾ തന്നെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറഞ്ഞിട്ട് അത് പ്രവർത്തിക്കാതെ ഇരുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ധരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക, ഒരു ജോലി അങ്ങ് ചെയ്യുക. ഡ്രസ്സ് നമ്മൾ ധരിച്ചതുപോലെ സ്വന്തം താഴ്മയെ നമ്മൾ ധരിക്കണം. അതൊരു പ്രവൃത്തിയായി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നത്. മനസ്സിലായവരൊന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാവോ? സ്വയമായി നമ്മളതിനെ ഏറ്റെടുക്കുക. പലപ്പോഴും താഴ്ച മനുഷ്യന് വിചാരിക്കാത്ത സമയങ്ങൾ കടന്നു വരും. അതൊരിക്കലും പ്രാർത്ഥനയുടെ താഴ്മയല്ല. ഒരാൾക്കൊരാൾ അധികാരം ഉപയോഗിച്ച് മറ്റൊരാളെ നമുക്ക് വേണമെങ്കിൽ താഴ്ത്താനായിട്ട് കഴിയും. ഒരാൾക്ക് സ്ഥാനചലനം വരുമ്പോൾ ആ വ്യക്തി താഴ്ചയിലേക്ക് പോയെന്ന് വരാം. ഒരാൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാജയ നിമിത്തം താഴേക്ക് പോയെന്ന് വരാം. അതൊന്നുമല്ല ഇവിടുത്തെ താഴ്ത്ത. ദൈവം നമ്മെ സാമ്പത്തികമായിട്ട് ഉയരത്തിൽ നിർത്തിയിരിക്കുമ്പോഴും സ്ഥാനത്തിലും അംഗീകാരത്തിലും മാനത്തിലും ഉയരത്തിൽ നിർത്തിയിരിക്കപ്പെടുമ്പോഴും കഴിവുകളിലും നന്മകളിലും ദൈവം നമ്മളെ ഉയരത്തിൽ നിർത്തിയിരിക്കപ്പെടുമ്പോഴും മനഃപൂർവ്വമായിട്ട് ഇതിനെ എടുത്ത് അങ്ങ് ധരിക്കണം. ഈ വിനയത്തെ, ഈ താഴ്മയെ നമ്മൾ ദൈവസന്നിധിയിൽ ധരിക്കുമ്പോഴാണ് എവിടെയെങ്കിലും നമ്മുടെ കഴിവെന്നോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രത്യേകതകളെന്നൊക്കെ വന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ഉടനടി അതിനെ ശ്വാസിച്ച് മാറ്റിയിട്ട് തങ്ങളെ തന്നെ വിനയപ്പെടുത്തി ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം ആരോടാണ് എതിർത്ത് നിൽക്കുന്നത്? പാപം ചെയ്തവരോടാണോ? പള്ളിയിൽ വരാത്തവരോടാണോ? അല്ല, നിഗളികളോട്. നീ എല്ലാ ഞായറാഴ്ചകളിലും ചർച്ചിൽ വന്ന് ആരാധിച്ചാലും കൃത്യമായിട്ട് ഉപവാസമെടുത്താലും പ്രാർത്ഥന കൂട്ടായ്മകളിലൊക്കെ പങ്കെടുത്താൽ നിങ്ങൾ നിഗളിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നിങ്ങൾ കൊടുക്കാതെ വണ്ണ് ദൈവസന്നിധി നിങ്ങൾ നിഗളിക്കുന്നവരാണ് എങ്കിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കപ്പെടും. ഹെരോദാവ് ഒരിക്കൽ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാകയാൽ അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവന് പെട്ടെന്ന് രോഗം വന്ന് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റം വന്നപ്പോൾ നിഗളിക്കുന്ന വ്യക്തികളെ ദൈവം എതിർക്കും. അപ്പോഴും കർത്താവ് എതിർക്കുന്നത് നിന്നോട് എതിർക്കാൻ കാരണമുണ്ട്. നിനക്ക് പലപ്പോഴും ഇറങ്ങുന്ന വഴികളിൽ തടസ്സം വരാൻ കാരണമെന്ത്? നിനക്ക് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണമെന്ത്? എപ്പോഴും തടസ്സം എന്ന് പറയപ്പെടുമ്പോൾ പലപ്പോഴും പിശാചിൻ്റെ മേൽ കൊണ്ടിട്ടിട്ട് നിങ്ങളൊന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നു എങ്കിൽ ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ പറയണം, ഈ തടസ്സങ്ങൾക്ക് പിന്നിൽ എൻ്റെ നിഗളമാണോ, എൻ്റെ
അഹങ്കാരമാണോ, എൻ്റേതായിട്ടുള്ള താഴ്മയില്ലായ്മയാണോ, ഞാൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഞാൻ മാത്രമാണ് ശരി, ലോകത്തിൽ എല്ലാവരും കൊള്ളരുതാത്ത എന്നുള്ള ചിന്തയോടുകൂടി ഏതെങ്കിലും ആത്മീകരാണെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ വലുത് ചെയ്യപ്പെടും. ഒരു ആത്മയുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന, ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് എഫെസ്യ ലേഖനം 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുവിൻ. താഴ്മ ധരിക്കുന്നവന് വേണ്ടി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നു, സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്നുള്ളതിനെ കുറിച്ചാണ് എഴുതിയിരിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിന്റെ പാദാരംഭത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിൽ നമ്മൾ എത്രത്തോളം താഴ്മ ധരിക്കും. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. ഹല്ലേലൂയ. ഒന്ന് താഴ്മ ധരിക്കണം, രണ്ടെന്താണ്, പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. ഒരിക്കൽ കൂടെ, അന്വേഷിക്കണം. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോ? സംശയമാണ്. എന്തായിരിക്കും രാവിലെ അന്വേഷിച്ചത്? കർത്താവെ, വണ്ടിയിൽ ചെന്ന് ഓൺ ചെയ്യുമ്പോൾ പെട്രോൾ കൃത്യമായിട്ടുണ്ടായിരിക്കണേ, അതന്വേഷിച്ച് കാണും അല്ലേ? ദൈവമേ, രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പെട്രോൾ അടിക്കാനുള്ള പൈസ തരണേ, കാണിക്കണം, പിള്ളേർക്ക് എല്ലാവർക്കും കാശ് കൊടുക്കണം, അതൊക്കെ തരണമേ. പിന്നെ ഇനി കർത്താവ് നേരത്തെ ആരാധന തീർക്കണം, ഇന്ന് അത് കഴിഞ്ഞിട്ടാണ് ഒരു കല്യാണത്തിന് പോകേണ്ടത്, കർത്താവെ പ്രാർത്ഥന നേരത്തെ നിർത്താനുള്ള ക്രമീകരണം ഷാജി വ്രതത്തിൻ്റെ കൂടെ. അപ്പം ഇതൊക്കെ ആയിരിക്കാം രാവിലെ അന്വേഷിച്ചത്. പക്ഷെ ദൈവം പറഞ്ഞതല്ല, നിങ്ങൾ ദൈവമുഖം അന്വേഷിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാറുണ്ടോ? സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് ദൈവമുഖം കാണുക എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിനകത്ത് ആ വ്യക്തിയെ കാണാനൊരാഗ്രഹം വരാറില്ലേ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കുറേ ദിവസം കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊരാഗ്രഹം വരാറില്ലേ? നിങ്ങളുടെ ഭാര്യയെ കുറച്ച് ദിവസം കാണാതിരിക്കുന്ന സമയത്ത് കാണാനൊരാഗ്രഹം വരാറില്ലേ? നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാറില്ലേ? കഴിഞ്ഞ ദിവസം ആരോരായിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയുണ്ട്, ഈ പൂച്ചയെ ഒരാഴ്ച കൊണ്ട് കാണാത്തത് കൊണ്ട് മനസ്സിന് ഭയങ്കര പ്രയാസമാണ്. കാരണം അൽഫാമൊക്കെ കൊടുത്താണ് ഞാനതിനെ വളർത്തുന്നത്. എല്ലാ ദിവസവും ഈ പൂച്ചയെ കാണാൻ എനിക്ക് ഭയങ്കര സ്നേഹിക്കുന്ന ഒന്നിനെ എല്ലാ ദിവസവും എല്ലാവരും എന്ത് ചെയ്യുന്നു? കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പൊട്ടൻ്റെ മുമ്പിൽ ചങ്കൂതിയെ പോലെ എനിക്ക് തോന്നുന്നു. എല്ലാവരും അന്തം വിട്ട ബന്ധം കൊണ്ട് പെരിച്ചാഴിയെ പോലെ ഇരിക്കുന്നത് എനിക്കറിയാം. ഇപ്പോൾ വീഡിയോ കോളുണ്ട് അല്ലേ? നമുക്കത് വേണ്ട. എല്ലാ ദിവസവും എത്ര ദൂരെയാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് കോൾ ചെയ്താൽ മതി. കുറച്ചു കാലത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നോക്കിയേ, ഇനി ഈ പരിപാടിയൊന്നും ഇല്ലാത്തവരെ നോക്കിയേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണാൻ ഒരാഗ്രഹമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെ നമുക്ക് കാണാനൊരാഗ്രഹമുണ്ട്. അതിപ്പോൾ ഇത് കേട്ടപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായത്, ചിലരോട് എനിക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് കുറച്ച് ദിവസം മാറി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അകന്ന് താമസിച്ചപ്പോഴാണ്, പിരിഞ്ഞു വന്നപ്പോഴാണ്, ദൂരെ പഠിക്കാൻ പോയപ്പോഴാണ്, അല്ലെങ്കിൽ ഗൾഫിൽ പോയപ്പോഴാണ് എനിക്കെൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്കിപ്പോൾ മനസ്സിലായത്. അവൻ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ എനിക്ക് ആ സ്നേഹത്തിൻ്റെ വില അറിയത്തില്ലായിരുന്നു. അതേ സഹോദരങ്ങളെ, ദൈവം പറയുന്നത് ഇന്ന് തന്നെ, എൻ്റെ മുഖം അന്വേഷിക്കണം. നിങ്ങൾ എൻ്റെ നന്മ മാത്രം ചോദിച്ചാൽ പോരാ, നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ചോദിച്ചാൽ പോരാ, എൻ്റെ മുഖം നിങ്ങൾ വല്ലപ്പോഴും അന്വേഷിക്കണം. എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ സ്പർശനം നിങ്ങൾ ആഗ്രഹിക്കണം, എന്റെ സ്നേഹത്തെ നിങ്ങളൊന്ന് ആഗ്രഹിക്കാനോ? എൻ്റെ ദൈവം സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണ്. ആ പ്രകടിപ്പിക്കുന്ന യേശു കർത്താവിനെ ആമേൻ, അവൻ്റെ മുഖം കാണാൻ നീ ആഗ്രഹിക്കണം. നിന്റെ പ്രാർത്ഥന ഫലിക്കാത്തതെന്ത്? അവൻ തരുന്ന നന്മകൾ മാത്രം നീ ആഗ്രഹിച്ചോ? അവൻ തരുന്ന അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചോ? ആമേൻ, ആ യേശു കർത്താവിൻ്റെ തിരുമുഖം ഒന്ന് കാണാൻ നീ ആഗ്രഹിച്ചിട്ടില്ല. ആ മുഖം ആഗ്രഹിക്കാത്തത് കൊണ്ട്, ആ മുഖം കാണാൻ ശ്രമിക്കാത്തത് കൊണ്ട് പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ആമേൻ ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ മേലുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ തൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ
ആമീൻ. അടുത്ത് ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം എന്നുള്ളതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ യഹോവയാൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചാനന്ദിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിച്ചതുപോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കപ്പെടുകയാണ്. സ്വത്രം. ആമീൻ. ദുർമാർഗത്തിന് അടിമപ്പെട്ട വ്യക്തികൾക്ക് ദൈവം കൊടുത്തൊരു നീതീകരണം, അതിനകത്ത് ആമീൻ എഴുതിയിരിക്കുന്ന രക്ഷാവസ്ത്രം എന്നൊരു ഇന്നർ. ആമീൻ. അടുത്തിരിക്കുന്ന നീതി എന്ന അങ്കി. അങ്കി എന്ന് പറഞ്ഞാൽ പുറമേയുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് 2 വസ്ത്രങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു രക്ഷാവസ്ത്രം, ബേസിക്കലി ഒരുവൻ്റെ ഡ്രസ്സ്, അടിസ്ഥാനപരമായ അവൻ്റെ ഒരു ഡ്രസ്സ് സമം രക്ഷ. ദുർമാർഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, ദുർമാർഗത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം. അത് പാപക്ഷമ ലഭിക്കുന്നതോടുകൂടി, ആ പാപം ക്ഷമിക്കുന്നതോടുകൂടി അവൻ ഇന്നർ ലഭിക്കുന്നു, രക്ഷാവസ്ത്രം. അതില്ലാണ്ട് പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവനെ പുറം മോടിയിലേക്ക് കൊണ്ടുവരുന്നതാണ് നീതി എന്ന അങ്കി. സമം അവൻ്റെ ബലഹീനതകളെ ദൈവം ക്ഷമിച്ചു, ദൈവം അവൻ്റെ പാപത്തെ നീതീകരിച്ചു. അവൻ ചെയ്ത ചിലപ്പോൾ ചില ബലഹീന വശങ്ങളെ കർത്താവ് നീതീകരിച്ച് അവൻ്റെ അംഗീകാരം, സ്ഥാനം, മാനം, പദവി ഇതെല്ലാം ദൈവം നിർത്തുന്ന നീതി എന്ന അങ്കി കൊണ്ട് അവനെ പുതപ്പിക്കുകയും രക്ഷാവസ്ത്രം അവന് അടിവസ്ത്രമായിട്ട്, അല്ലെങ്കിൽ അകത്തളത്തിൽ ഇപ്പോൾ ഇത് കോട്ട്, പക്ഷെ അകത്ത് ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും പോലെ തന്നെ 2 തരത്തിൽ, പുറമേ ഒരു രീതിയിലും അതോടൊപ്പം അടിസ്ഥാനപരമായിട്ട് കർത്താവ് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് പാപത്തെ ഉപേക്ഷിച്ച ഒരു പുതിയ അനുഭവത്തിലേക്ക് പോകുമ്പോൾ ദുർമാർഗം ഒരു മനുഷ്യൻ വിട്ടു മാറുന്നുവെങ്കിൽ യെശയ്യാ പ്രവചനം 61:3 ഇങ്ങനെ ഇരിക്കുന്നു, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും. അടുത്തിരിക്കുന്നത് സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും എന്ന് പറഞ്ഞാൽ, അടുത്ത് അവർക്ക് പുറമേ കൊടുത്തിരിക്കുന്നത് വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. മേലാട സമം പുറം വസ്ത്രം. നേരത്തെ വിഷണ്ട മനസ്സായിരുന്നു, ദുഃഖവും വേദനയും പ്രയാസവുമായിരുന്നു. പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നതോടുകൂടി ആ ദുഃഖവും വേദനകളും എല്ലാം മാറി സ്തുതി എന്ന മേലാട. ചില ആൾക്കാർ പറയും സ്വത്രം സ്വത്രം സ്വത്രം, അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന. ആക്ച്വലി അതാണ് ദൈവഹിതം. എപ്പോഴും സ്തുതിക്കണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിക്കണം, ജോലിക്ക് പോകുമ്പോൾ സ്തുതിക്കണം, വീട്ടിലിരിക്കുമ്പോൾ സ്തുതിക്കണം, യാത്ര ചെയ്യുമ്പോൾ സ്തുതിക്കണം, എപ്പോഴും സ്തുതിക്കണം. അതാണ് സ്തുതി എന്ന മേലാട. അപ്പോൾ മേലാട ധരിച്ചിരിക്കുന്ന വ്യക്തിയെ ആദ്യം കാണുന്നത് അവൻ്റെ മേലാടയാണ്. ആ സ്തുതി എന്ന മേലാട ദൈവം വിശ്വാസികൾക്ക്, അഥവാ കർത്താവ് വിളിച്ചു വേർതിരിച്ചവർക്ക്, ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്തുതി എന്ന മേലാടയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവതിലെ സ്തുതി എന്ന മേലാട നിന്റെ മേലുണ്ടെങ്കിൽ ഒരു വിഷജന്തുക്കളും നിന്നെ തൊടത്തേയില്ല. സ്തുതി എന്ന മേലാട നീ ധരിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു രോഗശക്തികൾക്ക്, ഒരു പൈശാചിക പോരാട്ടങ്ങൾക്ക്, ഒരു ഒരു ദുഷ്പ്രചരണങ്ങൾക്കും നിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തില്ല. ഒരു അപരാധങ്ങൾക്കും ഒരു അപശ്രുതികൾക്ക് നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നിനക്ക് മേലാടയുണ്ട്. നീ സ്തുതി എന്ന മേലാട കൊണ്ട് നടക്കുമ്പോൾ പലതും നിന്നെ ശരീരത്തിൽ വന്ന് അടിച്ചിട്ടത് തിരിച്ചു പോകത്തേ ഉള്ളൂ. അതൊന്നും നിന്നെ നശിപ്പിക്കത്തില്ല, അതൊന്നും നിന്നെ തകർത്ത് കളയത്തില്ല. വിഷന്റെ മനസ്സിന് പകരം അവൻ സ്തുതി എന്ന മേലാട നമുക്ക് നൽകപ്പെട്ടിരിക്കപ്പെടുമ്പോൾ ഇത് നമ്മൾ മനഃപൂർവ്വമായിട്ട് തന്നെ ധരിക്കണം എന്നുള്ളതിനെ കുറിച്ചും സ്തോത്രം ബൈബിൾ എഴുതിയിരിക്കുന്നു. ദുർമാർഗങ്ങൾ വിട്ടുതിരിയണം. ഒരു വ്യക്തി അവനവൻ്റെ പ്രാർത്ഥനയുടെ ഫലത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ദുർമാർഗം വിട്ടുപിരിയേണ്ടത്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം വായിക്കുന്ന സമയത്ത്, എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നൊരു ഭാഗമാണ്, നിങ്ങളുടെ നിമിത്തം എന്നോട് ദൈവം പിണങ്ങിയിരിക്കുക, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. 30 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്തിൽ മോശ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ജനങ്ങൾ മോശയുടെ വാക്കനുസരിക്കാതെ പലയിടങ്ങളിലേക്കും പാപം ചെയ്യുകയും കൊള്ളരുതായ്മ ചെയ്യുകയും ചെയ്ത് ഒടുവിൽ യോർദാൻ കടന്നു പോകാൻ തുടങ്ങുന്ന സമയത്തിൽ മോശയോട് പറഞ്ഞു, നീ കടക്കണ്ട,
എന്താ കാര്യം കർത്താവേ? നിന്റെ കൂടെയുള്ള ഒറ്റയെണ്ണം ശരിയല്ല. ഹല്ലേലൂയാ. മനസ്സിലാകുന്നോ? പാസ്റ്ററുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം അന്ന് ഒപ്പം നിന്ന വ്യക്തികളുടെ കുറവ് നിമിത്തം ദൈവം പറഞ്ഞു, ഇനി ഇവരുടെ പേരും പറഞ്ഞ് അങ്ങോട്ട് വന്നു പോകരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കത്തില്ല, നീ യോർദാനെ മറികടക്കണ്ട. അത് ഞാൻ യോശുവയ്ക്ക് കൊടുത്തിരിക്കുക. യോശുവ പൊയ്ക്കോളും, നീ ഇറങ്ങണ്ട. അതിൻ്റെ ഒരൊറ്റ കാരണം ജനത്തിൻ്റെ ദുർമാർഗം, ജനങ്ങളുടെ ദുർമാർഗം. മനസ്സിലായില്ല, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, ശരിയല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുകയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കും. ഉരുണ്ട് 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 ബഹളം വെച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കൂലേ? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇല്ലേ? ഭർത്താവ് അങ്ങ് വിദേശത്ത് പോയി, പുള്ളിക്കാരന് ജോലിയൊന്നുമില്ല. എടി, എനിക്കിനി ജോലിയില്ല, ഉള്ള പൈസ എല്ലാം തീർന്നു, ഇനി ഞാൻ അങ്ങോട്ട് വരൂല, ഞാൻ ഇവിടെ ചാവാൻ പോവുകയാണ്. ഇവിടെ എന്ത് ചെയ്യും ഭാര്യ? ഭാര്യ എന്ത് ചെയ്യും? ഉരുള് നേർച്ച നടത്തും, അല്ലേ? ഇവിടെ ഇരുന്ന് അങ്ങ് ദൂരെ ഇരിക്കുന്ന ആൾക്കാർ എന്തൊക്കെ, ദൈവം മാത്രമേ ഉള്ളൂ പിടിവള്ളി. ദൈവത്തോട് നിലവിളിക്കും, കണ്ണീരൊഴുക്കും. നീ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആമേൻ. അതോടൊപ്പം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഒരു പാസ്റ്ററായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ ടീം ലീഡർ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ടീമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ആത്മീകമായ ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തികളാണ്. ഇവിടെ മോശ അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ നിയോഗിക്കപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിൻ്റെ കാരണം മോശയുടെ കുഴപ്പമൊന്നുമല്ല, ആ വീട്ടിലുള്ളവരുടെ കുഴപ്പമാണ്, മോശയുടെ കൂടെ നടന്നവരുടെ കുഴപ്പമാണ്. വീട്ടിൽ പോയി വായിച്ചു പഠിച്ചോ. യോശുവ 5 നോക്കുമ്പോൾ 6-7 അധ്യായങ്ങളൊക്കെ നോക്കുന്ന സമയത്തിലേക്ക് ഒരൊറ്റയാളിൻ്റെ കുഴപ്പം കൊണ്ട് 30 ലക്ഷം പേർ തോറ്റു. ആഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവം പറഞ്ഞു, നീ ശബദാർപ്പിത വസ്തുക്കളൊന്നും എടുക്കരുത്, ഞാൻ നിന്നെ അവിടെ അയക്കും, നീ ജയിക്കും. പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഒരൊറ്റ സാധനം നിൻ്റെ വീട്ടിൽ കൊണ്ടുവരരുത്, നീ എടുക്കരുത്. ചില വിഗ്രഹങ്ങൾ നിനക്ക് വേണ്ട, ചിലരുടേതായിട്ടുള്ള നന്മകൾ നിനക്ക് വേണ്ട. നീ വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി നീ ജീവിക്കേണ്ടുന്ന വ്യക്തിയാണ്. ആകയാൽ ആ ശബദാർപ്പിത വസ്തുക്കളിൽ നിന്ന് ആഹാൻ ഈ ദൈവത്തിൻ്റെ ആലോചന എല്ലാം തിരസ്കരിച്ചിട്ട് പതുക്കെ ഇതിനെല്ലാം കൂടെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കുഴിച്ചു ഒരു സൈഡിൽ ഒളിപ്പിച്ചിട്ടതിന് ശേഷം പക്ഷെ 30 ലക്ഷം പേർ പിന്നത്തെ യുദ്ധത്തിനിറങ്ങുമ്പോൾ തോൽക്കുന്നു. ഒന്ന് മാറി തോൽക്കുന്നു. ഇന്നത്തെ പോലെ പിശാചിൻ്റെ ബന്ധനം ഇരിക്കുന്നത് കൊണ്ടാണ് തോറ്റു എന്ന് അവരാരും പറഞ്ഞില്ല. ഇതെവിടെയോ ശുദ്രം ചെയ്ത് ആരോ കൊണ്ടൊന്ന് കുഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് തോറ്റതെന്നും പറഞ്ഞില്ല. എവിടെയോ പാളിച്ച പറ്റി. ഇവിടെ നിന്ന് അഭിഷിക്തന്മാർ മുമ്പിൽ നിന്ന് പടപൊരുതുകയാണ്. അഭിഷിക്തന്മാർ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറയുന്നു, പക്ഷെ ഒരിടത്തും സക്സസ് ആകുന്നില്ല, ഒരിടത്തും ചെയ്യിക്കുന്നില്ല. ഒടുവിൽ ദൈവസന്നിധി ചെന്ന് കാത്തിരുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പാപമുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിനെന്ന് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു, ഞങ്ങൾ ആര് പാപം ചെയ്തു, എന്താ ഞങ്ങളെ വെളിപ്പെടുത്തണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴത്തെ ആഹാന്റെ നേരെ വിരൽ ചൂണ്ടപ്പെട്ടു. ഒരൊറ്റ ആഹാം നിമിത്തം 30 ലക്ഷം പേരുടെ സ്വപ്നം പവുലിഞ്ഞുപോയി. ഒരൊറ്റ ആഹാൻ നിമിത്തം 30 ലക്ഷം പേർ യുദ്ധത്തിൽ തോറ്റുപോയി. ഒരൊറ്റ ആഹാൻ നിമിത്തം 30 ലക്ഷം പേരുടെ പ്രാർത്ഥന പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരുടെ സ്വപ്നം ഫലിച്ചില്ല. സുഹൃത്തെ, നീ ഒരാൾ നിമിത്തം നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ഫലിക്കാതെ വരുന്നോ? നീ ഒരാൾ നിമിത്തം ഒരു കപ്പൽ മുഴുവനും മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നു. യോനെ, നീ ഒരൊറ്റയാൾ അനുസരിക്കാത്ത നിമിത്തമല്ലേ ആ കടൽ മൊത്തത്തിൽ പ്രശ്നത്തിലേക്ക് പോയത്. ഇതുപോലെ തന്നെ നിങ്ങളൊരു കൂട്ടായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് ചിലർ തടസ്സമാണ്, ചില കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന് ചിലർ തടസ്സമായിരിക്കപ്പെടുകയാണ്. ദുർമാർഗം വിട്ടുപിരിയണം, ദുർമാർഗം വിട്ടൊഴിയണം. ആമേൻ. ഇന്ന് പകൽ സമയത്തിൽ ഒരു തീരുമാനത്തോടുകൂടി, കർത്താവേ, എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ചിലർ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നത്, എൻ്റെതായിട്ടുള്ള പിന്മാറ്റം നിമിത്തമാണ്, എന്റെ ദുർമാർഗം നിമിത്തമാണ് ചില പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കുന്നു എന്ന് സ്വയം മനസ്സോടെ ഏറ്റെടുക്കുമെങ്കിൽ ചില മദ്യപാനങ്ങൾ ഇന്ന് മാറ്റിവെക്ക്, ചില പുകവലിക്കുന്ന സ്വഭാവങ്ങൾ മാറ്റിവെക്ക്. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൂടെ നിന്റെ ഈ തമ്പാക്കും പാൻപരാഗ് കൂളും ഒക്കെ വയ്ക്കുന്നത് നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവന്റെ പ്രാർത്ഥന കൂടെ ഫലിക്കുന്നില്ല. ഇസ്രായേൽ മുഴുവനും പരാജയപ്പെട്ടു.
അവർ തോറ്റു തുന്നം പാടി. ഒരാഹാൻ അവന്റെ അതിക്രമ നിമിത്തം ഇന്ന് പകൽ സമയത്തിൽ ചില ആഹാന്മാരെ വിട്ടൊഴിയണം, ചില ആഹാന്മാരിൽ വേർപാടനുഷ്ഠിക്കണം. ചിലരുടേതായിട്ടുള്ള ദുർമാർഗം നിമിത്തം നിന്റെ ന്യായമായിട്ടുള്ള അനുഗ്രഹം പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ സഭ ഒന്നടങ്കം ഏറ്റെടുക്കണം, നിലവിളിക്കണം, ഒരു വിശുദ്ധിയിലേക്ക് കടന്നു വരപ്പെടണം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയുടെ ദുർമാർഗം ഒരു കൂട്ടത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ആകയാൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നിന്റെ സമൃദ്ധി, നിന്റെ അനുഗ്രഹം വാതിക്കലാണ്. ഹലോ ഷാലോം ഫാമിലി, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനായി ഷാലോം മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ആരാധനയിലൂടെ നിങ്ങൾക്ക് സ്പർശിക്കപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.